നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കത്തിക്കയറുന്നതിനിടെ ആവേശപൂർവ്വം ആർപ്പ് വിളിച്ചു പ്രവർത്തകർ. ശബ്ദം നിയന്ത്രണ അതീതമായതോടെ കൂടുതൽ ഒച്ച വെച്ചാൽ പ്രസംഗം നിർത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ശാസന. വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് സംഭവം. ജില്ലയിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചും ഭൂമി തരം മാറ്റുന്നതിന് പ്രത്യേക ഫീസ് ഈടാക്കേണ്ട എന്നും സർക്കാർ തീരുമാനിച്ചു തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായെന്നും ലോകം ഇത് അത്ഭുതത്തോടെ കേട്ടുവെന്നും ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചപ്പോഴാണ് സദസ്സിൽ നിറഞ്ഞുകൂടിയ കാണികൾ കൈയടിച്ച് ആർപ്പ് വിളിച്ചത്. പ്രസംഗം നിർത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ എല്ലാവരും നിശബ്ദരായി. പിണറായിക്ക് കൈയടി ഇഷ്ടമായില്ലെന്ന് മനസ്സിലാക്കി സദസ് ഇക്കാര്യം എന്തായാലും പരിഗണിച്ചു. അവർ പിന്നീട് കൈകൊട്ടിയുമില്ല, ആരവവും നടത്തിയില്ല. 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ചയാളോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. ഇത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു പ്രസംഗത്തിനിടെ കേരളത്തിന്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതിനിടയിൽ സദസ്സിൽ നിന്നൊരാൾ CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞത് അത് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം സംഭവം വിവാദമായപ്പോഴും മുഖ്യമന്ത്രി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ചോദ്യം ചോദിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ കാര്യത്തിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായും അതിനനുസരിച്ചാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പൊതുയോഗത്തിലല്ല എന്നും പത്രസമ്മേളനത്തിലാണെന്നുമാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. പൊതുയോഗം എന്ന് പറഞ്ഞാൽ പത്രസമ്മേളനമല്ലല്ലോ. പത്രസമ്മേളനത്തിലാണ് ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും നാളെ എൻ്റെ പൊതുയോഗത്തിൽ വന്ന് ചോദ്യം ചോദിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഇത് തന്നെയാകും. അത് സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൻ്റെതായ മര്യാദയില്ലേ? പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാതെ പോകാം, ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി? അത് കലക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി തൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സദസ്സിൽ നിന്നൊരാൾ ഒരു ചോദ്യം എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് ചോദ്യം എത്തിയത്. ചോദ്യം ചോദിച്ച ആൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടല്ലോ എന്നും ആ തെറ്റ് മനസ്സിലായതുകൊണ്ടല്ലേ എന്നും മുഖ്യമന്ത്രി പറഞ്ഞ് ന്യായീകരിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൂടി കാണുകയാണ്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കേറി വാടാ മക്കളെ എന്ന മാസ് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടും സിനിമാ താരങ്ങളെയൊക്കെ അണിനിരത്തിയും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തനി സ്വരൂപം കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഈ പ്രതികരണം രണ്ടും, ഒന്ന് ഇന്നലെ കോന്നിയിലുണ്ടായതും പിന്നീട് വണ്ടിപ്പെരിയാറിലുണ്ടായ 2 പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി PR സ്റ്റണ്ടുകളുടെ ഭാഗമായി മാത്രമാണ് അഭിമുഖങ്ങളിൽ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങളോട് കടുത്ത അതൃപ്തി ഉയരുന്നുണ്ട്. വണ്ടിപ്പെരിയാറിൽ വികസന നേട്ടങ്ങൾ വിവരിക്കവേ പ്രവർത്തകർ ആർപ്പ് വിളിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അത് പ്രസംഗത്തിന്റെ ഒഴുക്കിനെ ബാധിച്ചതാണ് എന്തായാലും മുഖ്യമന്ത്രി ചൂണ്ടിപ്പിച്ചത്. പ്രസംഗം നിർത്തുമെന്ന കർശന നിലപാട് വന്നതോടെ സദസ്സ് നിശബ്ദമായത് മുഖ്യമന്ത്രിയുടെ അച്ചടക്കത്തിന് മുന്നിലുള്ള കീഴടങ്ങലായൊക്കെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കോന്നിയിലെ സംഭവത്തിലും ജനാധിപത്യപരമായ ചോദ്യം ചെയ്യലിന് പൊതുവേദികൾ ഇടമല്ലെന്ന കർക്കശമായ നിലപാട് ഉയർത്തിയതും വിമർശനത്തിന് കാരണമായിരുന്നു.